പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സത്സംഗവേദിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ശാസ്ത്രവും ആധ്യാത്മികതയും അവയുടെ ഒരു സമാനതകളാണ്. ശാസ്ത്രത്തിലും ആധ്യാത്മികതയിലുമുള്ള ചില സമാനതകൾ. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് വെറും ശൂന്യത മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ആ ശൂന്യതയിൽ അഥവാ സ്പേസ്, അനന്തത, ആ ശൂന്യതയിൽ ഊർജകണികകൾ പ്രത്യക്ഷപ്പെടുകയും അവ പ്രകാശവേഗതയിൽ ചുറ്റിത്തിരിയുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നും ഒരു ഘട്ടത്തിൽ അവ ഘനീഭവിച്ച് ഒരു വലിയ വിസ്ഫോടനം സംഭവിച്ചുവെന്നും അതിൽ നിന്നുമാണ് പ്രപഞ്ചം രൂപപ്പെട്ടതെന്നും ശാസ്ത്രം പറയുന്നു. ആ സിദ്ധാന്തത്തിന് മഹാവിസ്ഫോടന സിദ്ധാന്തം അഥവാ ബിഗ് ബാങ് തിയറി എന്നാണ് പേര്. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. പ്രപഞ്ച ഉൽപ്പത്തിയെപ്പറ്റി സനാതനധർമ്മം പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ശിവം എന്ന സമ്പൂർണ്ണ ശൂന്യതയിൽ നിന്നും അഥവാ അനന്തതയിൽ നിന്നും, സ്പേസിൽ നിന്നും, അതായത് ഈ അനന്തതയ്ക്ക്, സ്പേസിന് ശിവം എന്നാണ് സനാതനധർമ്മത്തിൽ പേര് കൊടുത്തത്. ആ ശിവം എന്ന സമ്പൂർണ്ണ ശൂന്യതയിൽ നിന്നും പരാശക്തി എന്ന ഊർജപ്രവാഹമുണ്ടാവുകയും, അതായത് ഈ ഊർജത്തിന് പരാശക്തി എന്നാണ് സനാതനധർമ്മം പേര് കൊടുത്തത്. ശിവം എന്ന ശൂന്യതയിൽ നിന്നും അഥവാ അനന്തതയിൽ നിന്നും അഥവാ സ്പേസിൽ പരാശക്തി എന്ന ഊർജപ്രവാഹമുണ്ടാവുകയും അത് ശിവം എന്ന ശൂന്യതയിൽ അഥവാ ഈ അനന്തതയിൽ, സ്പേസിൽ അലയടിച്ചുകൊണ്ടിരുന്നു എന്നും ഒരു ഘട്ടത്തിൽ മഹേശ്വരൻ്റെ അഥവാ ശിവൻ്റെ ഇച്ഛയനുസരിച്ച് ഏകമായിരിക്കുന്ന ഞാൻ അഥവാ എന്നിൽ നിന്നും പുറപ്പെട്ട ഈ ഊർജം പലതായി ഭവിക്കട്ടെ, ഏകോഹം ബഹുസ്യാം എന്ന് സങ്കല്പിക്കുകയും അങ്ങനെ ആ ഊർജപ്രവാഹം അഥവാ പരമമായ ശക്തി, പരാശക്തി ഘനീഭവിച്ച് ഒരു വിസ്ഫോടനം സംഭവിക്കുകയും പദാർത്ഥ ധൂളികകൾ ഉണ്ടാവുകയും, അതായത് പദാർത്ഥം എന്ന് പറഞ്ഞാൽ മാറ്റർ, അവ വൃത്താകാരത്തിൽ ചുറ്റിത്തിരിഞ്ഞ് ക്രമേണ പ്രപഞ്ചഗോളങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നാണ് സനാതനധർമ്മം പറയുന്നത് പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി. ഇവ രണ്ടും ഒരേ സത്യമല്ലേ പറഞ്ഞത്? രണ്ടും പറഞ്ഞത് ഒരേ കാര്യമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഋഷീശ്വരന്മാർ തങ്ങളുടെ മനക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞ സത്യം പിൽക്കാലത്ത് ശാസ്ത്രസത്യമായി മാറി. അതാണ് ആത്മീയതയിലെ ശാസ്ത്രീയത എന്ന് പറയുന്നത്. ശൂന്യതയിൽ ഈ ഊർജപ്രവാഹം ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവാഹത്തിന് ഒരു മുഴക്കം, അതായത് കോസ്മിക് സൗണ്ട് ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. ആത്മീയ ആചാര്യന്മാർ പറഞ്ഞു വച്ചത് പരാശക്തിയാകുന്ന ഊർജം ശൂന്യതയിൽ അഥവാ ഈ ശിവനിൽ അലയടിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഓംകാരനാദമുണ്ടായത്. അതായത് നാദബ്രഹ്മം, ശബ്ദരൂപത്തിലുള്ള ഈശ്വരൻ്റെ പ്രഥമ സാന്നിധ്യം. ആത്മീയത പറഞ്ഞതും ശാസ്ത്രം കണ്ടെത്തിയതും ഒന്ന് തന്നെയല്ലേ? ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവമായിരുന്നു, ആ വചനം രൂപമായി എന്ന് ബൈബിളിൽ പറയുന്നു. അപ്പോൾ വചനം എന്നാൽ ശബ്ദം എന്നർത്ഥം. അപ്പോൾ ആദ്യം ഈശ്വരൻ ശബ്ദരൂപത്തിലാണ് പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് ഓങ്കാരമായിരുന്നു എന്ന് സനാതനധർമ്മം പറയുന്നു. കോസ്മിക് സൗണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. രണ്ടും ഒന്ന് തന്നെ. ഭൂമിയിൽ ജീവജാലങ്ങളും മനുഷ്യനും എങ്ങനെ ഉണ്ടായി എന്ന് വിവരിക്കുന്ന സിദ്ധാന്തമാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം, തിയറി ഓഫ് എവല്യൂഷൻ. ജലത്തിലാണ് ആദ്യത്തെ ജീവസാന്നിധ്യം ഉണ്ടായത്. അവ പരിണമിച്ച് ജലജീവികളുണ്ടായി. കര ഉണ്ടായി വന്നപ്പോൾ വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കുവാൻ കഴിയുള്ള ജീവികളുണ്ടായി. അവയിൽ നിന്നും കരയിൽ മാത്രം ജീവിക്കുന്ന ജന്തുവർഗ്ഗങ്ങൾ ഉണ്ടായി. അവ പരിണമിച്ച് കുരങ്ങ് വർഗവും വീണ്ടും പരിണമിച്ച് മനുഷ്യക്കുരങ്ങുമുണ്ടായി. ഈ മനുഷ്യക്കുരങ്ങുകൾ പരിണമിച്ചാണ് ആധുനിക മനുഷ്യൻ ഉണ്ടായത്. ഇതാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. അതുതന്നെയാണ് സനാതനധർമ്മവും പറയുന്നത്. ഭാഷയിൽ വ്യത്യാസമുണ്ടാകാം,
ആത്യന്തികമായി ഒന്നു തന്നെയാണ്. അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ദശാവതാര സിദ്ധാന്തം എന്ന് പറയുന്നത്. ആദ്യം ജലജീവിയായ മത്സ്യം, അടുത്തത് ജലത്തിലും കരയിലും ജീവിക്കുന്ന കൂർമ്മം, അതായത് ആമ, അതിനുശേഷം മണ്ണിൽ തന്നെ ജീവിക്കുന്ന വരാഹം, അതായത് കാട്ടുപന്നി, തുടർന്ന് പകുതി മൃഗവും പകുതി മനുഷ്യനുമായ നരസിംഹം, അടുത്തത് കുള്ളനായ മനുഷ്യൻ്റെ രൂപത്തിൽ വാമനൻ, ആദ്യ മനുഷ്യൻ്റെ രൂപം, ആയുധപ്രയോഗത്തിൽ നിപുണനായ പരശുരാമൻ, സാത്വിക സ്വഭാവിയായ ധർമ്മിഷ്ഠനായ ശ്രീരാമൻ, ആധുനിക മനുഷ്യൻ്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും ഉള്ള കൗശലങ്ങളുമുള്ള ശ്രീകൃഷ്ണൻ, സഹായിയായി ബലരാമൻ. ഇനി വരാനിരിക്കുന്നത് അത്യാധുനിക മനുഷ്യൻ്റെ പ്രതീകമായ കൽക്കി അവതാരമാണ്. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും പുരാണങ്ങളിലെ ദശാവതാരവും ഒരർത്ഥത്തിൽ ഒന്ന് തന്നെയല്ലേ? ചിന്തിക്കുക. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും പരിശോധിച്ചാൽ അവയുടെ എല്ലാം ഏറ്റവും സൂക്ഷ്മമായ ഘടകം, അതായത് ആറ്റം, പരമാണു ആണെന്ന് കാണാം നമുക്ക്. ഇത് ശാസ്ത്രസത്യമാണ്. ജീവനുള്ളതും ഇല്ലാത്തതുമായ ഏതൊരു വസ്തുവിൻ്റെയും ആറ്റത്തിൻ്റെ ഘടന, പരമാണുവിൻ്റെ ഘടന പരിശോധിച്ചാൽ അവയുടെ രൂപം ഒരുപോലെയാണ്. നടുവിൽ ന്യൂക്ലിയസ്, പ്രോട്ടോണുകൾ, അവയെ സദാ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾ. ഇതാണ് ഏതൊരു പരമാണുവിൻ്റെയും ആറ്റമിൻ്റെയും ഘടന. ജീവനില്ലാത്തത് എന്ന് നാം കരുതുന്ന ഒരു കല്ലിൽ പോലും പരമാണുവിൻ്റെ ഘടന ഇതുതന്നെയാണ്. ന്യൂക്ലിയസിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഊർജ കേന്ദ്രങ്ങളായ ഇലക്ട്രോണുകൾ. അതായത് ഒരു കല്ലിനുള്ളിൽ പോലും ജീവചലനമുണ്ട് എന്നർത്ഥം. അതുതന്നെയാണ് സനാതനധർമ്മം പറഞ്ഞത്, കല്ലിലും പുല്ലിലും എല്ലാം ഈശ്വര ചൈതന്യമുണ്ട് എന്ന് പറഞ്ഞത്. ഈശാവാസ്യം ഇദം സർവം. കല്ലിലും മണ്ണിലും പുല്ലിലും പൂവിലും സകല ചരാചരങ്ങളിലും ചലനാത്മകമായ ഈ ജീവചൈതന്യമുണ്ട്. ആ ജീവചൈതന്യം തന്നെയാണ് ഈശ്വരൻ എന്ന് സനാതനധർമ്മം പറഞ്ഞു. ശാസ്ത്രം പറയുന്നു ഈ പ്രപഞ്ചത്തിൽ ഒട്ടാകെയുള്ള ഊർജം ഒരു സ്ഥിരമാനകമാണ്, അതായത് കോൺസ്റ്റൻറ്റ് ഫാക്ടറാണ്. ആർക്കും അതിനെ നശിപ്പിക്കുവാനോ പുതുതായി സൃഷ്ടിക്കുവാനോ കഴിയില്ല. ഈ പ്രപഞ്ച ഊർജത്തെ അതിനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ സാധിക്കൂ. കോസ്മിക് എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ് ഫാക്ടർ. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഇറ്റ് മേ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ പ്രാപഞ്ചിക ഊർജത്തെ, അതായത് കോസ്മിക് എനർജി, ആത്മീയ ആചാര്യന്മാർ പരാശക്തി അഥവാ പരമാത്മാവ് അഥവാ ഈശ്വര ചൈതന്യം എന്ന് വിളിച്ചു. ഈ ഊർജത്തെ തന്നെയാണ് ഈശ്വരൻ എന്ന് നമ്മുടെ ഋഷിവര്യന്മാർ വിളിച്ചത്. അത് അനശ്വരമാണ്, നാശമില്ലാത്തതാണ്. അത് ഈ ഊർജം, ഈ പരാശക്തി എന്ന് പറയുന്ന ആ ഊർജം അനശ്വരമാണ്, നാശമില്ലാത്തതാണ് എന്ന് പറഞ്ഞു. അതിനെ ഒരു ശക്തിക്ക് നശിപ്പിക്കുവാനോ പുതുതായി സൃഷ്ടിക്കുവാനോ കഴിയില്ല. ഒന്നിൽ നിന്നും മറ്റൊന്നായി പരിണമിപ്പിക്കാൻ മാത്രമേ കഴിയൂ. ഭഗവത്ഗീത 2-ാം അധ്യായം ആയ സാഖ്യയോഗത്തിലെ 23-24 ശ്ലോകങ്ങൾ നോക്കുക. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ അച്ഛേദ്യോ അയം അദാഹ്യോ അയം അക്ലേദ്യോ അശോഷ്യയേവ ച നിത്യഃ സർവഗതഃ സ്ഥാണുരചലോയം സനാതനഃ. ഇതാണ് ഈ 2 ശ്ലോകങ്ങൾ. അതിൻ്റെ അർത്ഥം ഇതാണ്: ഇതിനെ, അതായത് ഈ ആത്മചൈതന്യത്തെ, ഈ പ്രാപഞ്ചിക ഊർജത്തെ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കാനാവില്ല. അഗ്നിക്ക് ദഹിപ്പിക്കുവാനോ വെള്ളത്തിന് നനയ്ക്കുവാനോ കാറ്റിന് ശോഷിപ്പിക്കുവാനോ, അതായത് ഉണക്കുവാനോ കഴിയുകയില്ല. ശാശ്വതനും സർവവ്യാപിയും പരിണാമങ്ങൾക്കതീതനും അചഞ്ചലനും നിത്യനുമാണ് ഈ ആത്മചൈതന്യം. ആത്മീയ ആചാര്യന്മാർ പറഞ്ഞു വച്ചതും ശാസ്ത്രം പിന്നീട് കണ്ടെത്തിയതും ഒരേ സത്യമല്ലേ? ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രപഞ്ചത്തിൻ്റെ ഘടന ഇപ്രകാരമാണ്. ഏതോ ഒരജ്ഞാത കേന്ദ്രബിന്ദുവിനെ, അതായത് ഒരു ശൂന്യതയാണത്, ബ്ലാക്ക് ഹോൾ എന്നൊക്കെ ശാസ്ത്രം വിളിക്കുന്നു, അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന അനേകം നക്ഷത്ര സമൂഹങ്ങൾ, ഗാലക്സികൾ. ഈ ഓരോ നക്ഷത്ര സമൂഹവും എടുത്താൽ
അവിടെയും ഏതോ ഒരജ്ഞാത കേന്ദ്രബിന്ദുവിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന അനേകം നക്ഷത്രങ്ങൾ, അതിൽ ഓരോ നക്ഷത്രത്തെയും കേന്ദ്രമാക്കി ചുറ്റിക്കൊണ്ടിരിക്കുന്ന അനേകം ഗ്രഹങ്ങളെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾ. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ ഘടനാരൂപം. അതിൽ നമ്മൾ വസിക്കുന്ന ഭൂമി എന്ന ഗ്രഹം വലം വയ്ക്കുന്നത് സൂര്യൻ എന്ന നക്ഷത്രത്തെയാണ്. സൂര്യനും അതിൻ്റെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചേർന്നതാണ് സൗരയൂഥം, അതായത് സോളാർ സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നത്. സൂര്യൻ എന്ന നക്ഷത്രം ഉൾക്കൊള്ളുന്ന നക്ഷത്ര സമൂഹത്തിൻ്റെ അഥവാ ഗാലക്സിയുടെ പേരാണ് ക്ഷീരപഥം, അതായത് മിൽക്കി വേ. ഇനി നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളുടെ എല്ലാം അടിസ്ഥാന ഘടകമായ പരമാണുവിൻ്റെ, അതായത് ആറ്റം, അതിൻ്റെ ഘടന ഒന്ന് നോക്കുക. നടുവിലായി ന്യൂക്ലിയസ്, അതിനോട് ചേർന്ന് പ്രോട്ടോണുകൾ, ഈ കേന്ദ്രത്തെ സദാ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾ എന്ന ഊർജ കേന്ദ്രങ്ങൾ. ഒരു പരമാണുവിലെ, അതായത് ആറ്റം, അതിൻ്റെ ഇലക്ട്രോണുകളുടെ ചലനം പോലെ തന്നെയാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ചലനവും പ്രപഞ്ച ചലനവും. ജീവശരീരം പോലെ തന്നെയാണ് പ്രപഞ്ച ശരീരവും. യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ടേ എന്ന് വേദങ്ങൾ പറയുന്നു. എപ്രകാരമാണോ ഈ ജീവശരീരം, അതുപോലെ തന്നെയാണ് പ്രപഞ്ച ശരീരവും. അതിൻ്റെ ഒരു മിനിയേച്ചറാണ്. അതിനെ ബൃഹത്തായ ഈ പ്രപഞ്ചത്തിൻ്റെ, അതായത് ബ്രഹ്മാണ്ടത്തിൻ്റെ ഘടനയും ഏറ്റവും സൂക്ഷ്മമായ പരമാണുവിൻ്റെ ഘടനയും ഒന്നു തന്നെയല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയ ആചാര്യന്മാരും പറഞ്ഞു വച്ചത്. ബൃഹത്തായ ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മരൂപം, അതായത് ഒരു മിനി കോസ്മോസ്, സൂക്ഷ്മമായ പ്രപഞ്ചം ഓരോ ജീവിയുടെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ബാഹ്യപ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മരൂപം ഓരോ ജീവിയുടെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് ഉള്ളിൽ സൂക്ഷ്മരൂപത്തിലുള്ളതിൻ്റെ ബൃഹത്തായ രൂപമാണ് പുറത്തുള്ളത്. ആസ് ഈസ് ദി മൈക്രോകോസം സോ ഈസ് ദി മാക്രോകോസം എന്ന് പറയുന്നു. ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി. ഈ ബാഹ്യപ്രപഞ്ചം എങ്ങനെയാണോ അത് തന്നെയാണ് ആന്തരിക പ്രപഞ്ചവും. ഒരു ജീവശരീരം എങ്ങനെയാണോ അത് തന്നെയാണ് പ്രപഞ്ച ശരീരവും. അതിൻ്റെ ഒരു പ്രപഞ്ച ശരീരത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് ജീവശരീരം. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ ഈ ബാഹ്യലോകത്തെ, അതായത് സമഷ്ടിയെ പഠിക്കുന്നതിന് പകരം ഉള്ളിലുള്ള ഈ സൂക്ഷ്മലോകത്തെ, അതിൻ്റെ മിനിയേച്ചറാണ് ഉള്ളിൽ, ഈ ഉള്ളിലുള്ള സൂക്ഷ്മലോകത്തെ, അതായത് വ്യഷ്ടിയെ, ഒന്ന് സമഷ്ടി ഒന്ന് വ്യഷ്ടി, ഒന്ന് മാക്രോകോസം ഒന്ന് മൈക്രോകോസം, ഒന്ന് ബൃഹത്തായ ഭൗതിക ലോകം, മറ്റൊന്ന് ഉള്ളിലുള്ള സൂക്ഷ്മലോകം. ആ ബാഹ്യലോകത്തെ പഠിക്കുന്നതിന് പകരം ഉള്ളിലുള്ള സൂക്ഷ്മലോകത്തെ പഠിക്കുവാനാണ് നമ്മുടെ ആചാര്യന്മാർ, ഋഷിവര്യന്മാർ ശ്രമിച്ചത്. പ്രപഞ്ചത്തെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാട് ഇതായിരുന്നു: അണോരണീയാൻ മഹതോ മഹിയാൻ, അതായത് അണുക്കളിൽ വെച്ച് അണുവും മഹത്തായവിൽ വെച്ച് മഹത്വമാണ്. അതായത് സ്മോളസ്റ്റ് ഓഫ് ദി സ്മോൾ, ബിഗ്ഗസ്റ്റ് ഓഫ് ദ ബിഗ്. അതാണ് ഈ പ്രപഞ്ചതത്വം. ഈ സൂക്ഷ്മത്തെ പഠിച്ചാൽ സ്ഥൂലത്തിൻ്റെ രഹസ്യങ്ങളും അറിയുവാൻ കഴിയും. ഈ സൂക്ഷ്മഭാവത്തെ പഠിക്കുന്നതാണ് ആത്മീയത. സ്ഥൂലഭാവത്തെ, അതായത് ബാഹ്യഭാവത്തെ പഠിക്കുന്നതാണ് ആധുനിക ശാസ്ത്രം. രണ്ടും ഒന്ന് തന്നെ, മാർഗം മാത്രം വ്യത്യാസം. ഈ സൂക്ഷ്മഭാവമാണ് സ്ഥൂലത്തേക്കാൾ ശക്തിയേറിയത്. ആറ്റം ബോംബിൻ്റെ സിദ്ധാന്തം അതാണ്. പ്രപഞ്ച വസ്തുക്കളുടെ ഏറ്റവും ചെറിയ, അതായത് സാധാരണഗതിയിൽ വീണ്ടും വിഭജിക്കാനാവാത്ത ഘടകമാണ് പരമാണു അഥവാ ആറ്റം. എന്നാൽ ഈ പരമാണുവിനെ നിർബന്ധപൂർവം വിഘടിപ്പിച്ചാൽ, അഥവാ ഇലക്ട്രോണുകളെ പരമാണുവിൽ നിന്നും വേർപെടുത്തിയാൽ അതിഭയങ്കരമായ വിസ്ഫോടനമാണ് ഉണ്ടാവുക. ഈ തത്വമാണ് ആറ്റം ബോംബ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആലോചിക്കുക, ആറ്റമാണ് ഏറ്റവും ശക്തമായത്. പരമാണു, നമുക്ക് സാധാരണ കണ്ടുകൊണ്ട് കാണാൻ പോലും വയ്യാത്ത അത്ര ചെറുതായ പരമാണുവാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. അതിസൂക്ഷ്മ ഘടകമായ ഈ ഇലക്ട്രോണുകൾ അതിശക്തമായ ഊർജ സ്രോതസ്സുകളാണ്. അതുകൊണ്ടാണ് സൂക്ഷ്മമാണ് സ്ഥൂലത്തേക്കാൾ ശക്തം എന്ന് പറയുന്നത്. ഈ സൂക്ഷ്മഭാവത്തെയാണ് ആത്മീയ ആചാര്യന്മാർ പഠിച്ചത്. ന്യൂട്ടൺ, അതായത് സർ ഐസക് ന്യൂട്ടൻ്റെ ചലന സിദ്ധാന്തമനുസരിച്ച്
ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിരുദ്ധവുമായ മറ്റൊരു പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഐസക് ന്യൂട്ടൻ്റെ തിയറിയാണ്. അത് തന്നെയല്ലേ സനാതനധർമ്മത്തിലെ കർമ്മസിദ്ധാന്തം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് രാമായണത്തിൽ പറയുന്നു. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ അതേ അളവിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഈ രണ്ട് തിയറിയും ഒന്ന് തന്നെ. സനാതനധർമ്മം ആത്മാവിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നു, പൂർവജന്മത്തിലും പുനർജന്മത്തിലും വിശ്വസിക്കുന്നു. ആധുനിക ശാസ്ത്രം അതിനെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇന്ന് ടൈം ട്രാവൽ എന്ന ഹിപ്നോട്ടിക് രീതി ഉപയോഗിച്ച് ഒരാളുടെ പ്രജ്ഞയെ അഥവാ ഓർമ്മശക്തിയെ പിന്നോട്ട് സഞ്ചരിപ്പിച്ച് പൂർവജന്മങ്ങളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ സൃഷ്ടിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരാളിൽ പൂർവജന്മ സ്മൃതികൾ ഉണരാറില്ല. എന്നാൽ അപൂർവം ചില വ്യക്തികളിൽ അത്തരം സ്മരണകൾ ഉണർന്നതായും പൂർവജന്മത്തിൽ അവർ ജീവിച്ചിരുന്ന പരിസരങ്ങളും ഗ്രഹവും ബന്ധുക്കളെയും തിരിച്ചറിഞ്ഞതായുമുള്ള അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആത്മീയതയിലെ പുനർജന്മ സിദ്ധാന്തം ശരിയാണ് എന്ന് ശാസ്ത്രം ഒരു പരിധിവരെയെങ്കിലും അംഗീകരിച്ചിരിക്കുന്നു. ദേവീദേവന്മാരുടെയും മഹാത്മാക്കളുടെയും ചിത്രങ്ങളിൽ അവരുടെ ശിരസ്സിന് ചുറ്റുമായി ഒരു പ്രഭാവലയം ചിത്രീകരിച്ചിരിക്കുന്നതായി നാം കാണാറുണ്ട്. ദേവീദേവന്മാരുടെ ചിത്രങ്ങളെല്ലാം നോക്കിയാൽ കാണാം തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശവലയം. ഇത് വെറും സങ്കല്പമല്ല. ഓരോ മനുഷ്യൻ്റെയും പ്രജ്ഞയുടെ വികാസത്തിനും ശക്തിക്കും അനുസൃതമായി അവരുടെ ശരീരത്തിന് ചുറ്റും, പ്രത്യേകിച്ച് ശിരസ്സിന് ചുറ്റും ഒരു കാന്തിക വലയം, പ്രകാശവലയം അഥവാ ഒരു ഊർജ വലയം ഉണ്ടായിരിക്കും. വ്യക്തികളുടെ മാഹാത്മ്യത്തിനനുസരിച്ച് അതിൻ്റെ വ്യാപ്തി വ്യത്യസ്തമായിരിക്കും. നഗ്നനേത്രങ്ങൾക്ക് അവ കാണാൻ കഴിയില്ല. കിർലിയൻ ക്യാമറ ഉപയോഗിച്ച് ചിത്രമെടുത്താൽ ഈ പ്രഭാവലയം കാണുവാൻ സാധിക്കും. ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. പല ആത്മീയ ആചാര്യന്മാരുടെയും അവതാര പുരുഷന്മാരുടെയും ശിരസ്സിന് ചുറ്റുമുള്ള പ്രഭാവലയം, അതായത് ഈ ഓറ, സാധാരണ മനുഷ്യരുടേതിനേക്കാൾ വളരെയധികം വ്യാപ്തിയുള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറും ഒരു ചിത്രകാരൻ്റെ ഭാവനയല്ല ഈ പ്രഭാവലയം, അതുള്ള കാര്യം തന്നെയാണ്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്ന സമയത്ത് അത്യന്തം ആപൽക്കരമായ വിഷരശ്മികളും, അതായത് അൾട്രാവയലറ്റ് രശ്മികൾ, വാതകങ്ങളും അന്തരീക്ഷത്തിൽ വ്യാപിക്കുമെന്നും ആ സമയം പുറത്തിറങ്ങുകയോ സൂര്യനെയോ ചന്ദ്രനെയോ നഗ്നനേത്രങ്ങൾ കൊണ്ട് വീക്ഷിക്കുകയോ ചെയ്യരുത്, അത് അന്ധതയ്ക്ക് വരെ കാരണമായേക്കാം എന്ന് ശാസ്ത്രം പറയുന്നു. അതുതന്നെയല്ലേ പൗരാണിക കാലം മുതൽ ആത്മീയതയും പറഞ്ഞു വച്ചത്. ഗ്രഹണസമയത്ത് സൂര്യനെയോ ചന്ദ്രനെയോ ഒരു വലിയ വിഷസർപ്പം വിഴുങ്ങുന്നു എന്നും കുറച്ച് കഴിയുമ്പോൾ അതിനെ ഛർദ്ദിച്ച് പുറത്ത് കളയുമെന്നും ആ സമയത്ത് സർപ്പത്തിൻ്റെ വിഷം അന്തരീക്ഷത്തിൽ പരക്കുമെന്നും പറഞ്ഞതും പിൽക്കാലത്ത് ശാസ്ത്രം തെളിയിച്ചതും ഒന്ന് തന്നെയല്ലേ? പറയുന്ന രീതിയിൽ, ഭാഷയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ശാസ്ത്രം പറയുന്നതും ആധ്യാത്മികത പറയുന്നതും ഒന്ന് തന്നെ. അടുത്ത ബന്ധുക്കൾ മരിച്ചാൽ 12 ദിവസം പുല ആചരിക്കണമെന്ന് പഴമക്കാർ പറയുന്നു. കാരണം മൃതശരീരവുമായി ബന്ധുക്കൾ അടുത്ത് ഇടപഴകുന്നത് മൂലം പലതരത്തിലുള്ള അണുക്കൾ അവരുടെ ശരീരത്തിലും പടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 12 ദിവസത്തേക്ക് സാമൂഹ്യ അകലം പാലിക്കണമെന്ന് അവർ നിഷ്കർഷിച്ചു. ഇന്ന് പലവിധ സാംക്രമിക രോഗങ്ങൾ വരുമ്പോൾ രോഗബാധിതർ അസുഖം മാറിയാലും കുറച്ച് ദിവസം സാമൂഹ്യ അകലം, അതായത് ക്വാറൻറ്റൈൻ പാലിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. ഈ വാലായ്മ എന്ന് പറയുന്നതും ഈ ക്വാറൻറ്റൈനും ഒന്ന് തന്നെയല്ലേ? സ്ത്രീകളുടെ DNA-യിൽ 2 X ക്രോമോസോമുകളും പുരുഷന്മാരുടെ DNA-യിൽ ഒരു X ക്രോമോസോമും ഒരു Y ക്രോമോസോമും ആണ് ഉള്ളത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. നമുക്കറിയാമല്ലോ. അതായത് സ്ത്രീ ശരീരത്തിന് സ്ത്രൈണഭാവം മാത്രമേ ഉള്ളൂ, 2 X ക്രോമോസോമുകളാണ്. പുരുഷ ശരീരത്തിന് പുരുഷഭാവവും സ്ത്രൈണഭാവവും ഉണ്ട്, ഒരു എക്സും ഒരു വൈയും ഉണ്ട്. അതായത് ഓരോ പുരുഷൻ്റെയും പാതിഭാഗം സ്ത്രീയാണ്. ഇത് നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ യുഗങ്ങൾക്ക് മുൻപേ പറഞ്ഞു വച്ചതാണ്. അതാണ് അർദ്ധനാരീശ്വര സങ്കല്പം, ശിവപാർവതീ സങ്കല്പം. ശിവൻ്റെ പകുതി പാർവതിയാണ് എന്നാണ് വിശ്വാസം. ശിവനും
പരാശക്തിയും ചേരുന്നതാണ് ശിവശക്തി. നമ്മുടെ വിശ്വാസങ്ങളിലെ ശാസ്ത്രീയതയല്ലേ ഇത് കാണിക്കുന്നത്? നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളനുസരിച്ച് മനസ്സ്, പ്രാണൻ, ബുദ്ധി, ആത്മാവ് ഇവയെല്ലാം ചേർന്നതാണ് ഒരു മനുഷ്യ ശരീരം. എന്നാൽ ഈ സിദ്ധാന്തത്തെ ശാസ്ത്രലോകം അംഗീകരിച്ചിരുന്നില്ല. ആത്മാവ്, മനസ്സ് ഇവയൊന്നും യഥാർത്ഥമല്ല എന്നാണ് ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മനസ്സെന്ന പ്രതിഭാസം ഉള്ളതാണ് എന്നവർക്ക് ബോധ്യമായി. മനസ്സിനെ പഠിക്കാൻ ഒരു ശാസ്ത്രശാഖ തന്നെ ഉണ്ടായി, മനഃശാസ്ത്രം, അതായത് സൈക്കോളജി. ആത്മാവിനെ ഇപ്പോഴും പൂർണ്ണമായി ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടില്ല. പഠനങ്ങൾ തുടരുന്നു. മരണവക്ത്രത്തിലെത്തി തിരിച്ചു വന്നവരുടെ അനുഭവങ്ങൾ പഠന വിധേയമാക്കുന്നു. നിയർ ഡെത്ത് എക്സ്പീരിയൻസസ്. മരിച്ചയാളുടെ ആത്മാവ് തിരികെ ശരീരത്തിൽ പ്രവേശിച്ച അനുഭവങ്ങളെപ്പറ്റി ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു. താമസിയാതെ ആത്മാവിനെയും ശാസ്ത്രം ശരിവയ്ക്കുന്ന കാലം വരും. ഗർഭസ്ഥ ശിശുവിന് പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുണ്ട് എന്ന സത്യം ശാസ്ത്രലോകം കണ്ടെത്തുന്നതിന് എത്രയോ മുൻപേ നമ്മുടെ ആത്മീയ ആചാര്യന്മാർ അത് പറഞ്ഞു വച്ചിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് സുഭദ്രയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ അഭിമന്യു പത്മവ്യൂഹം ഭേദിക്കുന്നത് എങ്ങനെ എന്ന് കേട്ട് പഠിച്ച കഥ മഹാഭാരതത്തിലെ. അതുപോലെ ഗൈനക്കോളജി ഒന്നും വികസിക്കാത്ത പൗരാണിക കാലത്ത് ഗർഭസ്ഥ ശിശുവിൻ്റെ ഓരോ മാസവുമുള്ള വളർച്ചയെക്കുറിച്ച് വിശദമായി നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞു വച്ചിരുന്നു. ശ്രീമദ് മഹാഭാഗവതത്തിൽ അത് നമുക്ക് കാണാം. ഇതുപോലെ ആധുനിക ശാസ്ത്രവും ആത്മീയ ധർമ്മശാസ്ത്രങ്ങളും യോജിക്കുന്ന അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇവ സൂചിപ്പിക്കുന്നത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ, സനാതനധർമ്മ ശാസ്ത്രങ്ങൾ വെറും സങ്കല്പങ്ങളോ വിശ്വാസങ്ങളോ അല്ല, മറിച്ച് ശാസ്ത്രീയ അടിത്തറയുള്ളവയാണ് എന്നതാണ്. ഈ ആധ്യാത്മികതയും ശാസ്ത്രവും ആധുനിക ശാസ്ത്രവും തമ്മിലുള്ള ഈ സമാനതകൾ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇതുപോലെ ഇനിയും നമുക്ക് നോക്കിയാൽ അനേകം സമാനതകൾ കാണും. അതെന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? നമ്മുടെ സനാതനധർമ്മം ശാസ്ത്രീയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രവും ആത്മീയതയും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. രണ്ടിൻ്റെയും മാർഗങ്ങൾ, ഭാഷകൾ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ഒരു വിഷയവുമായി